ഹലോ എവരിവൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ HSC എക്സാമുകൾക്കും എല്ലാ ടീച്ചിങ് എക്സാമുകൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണിത്. ഇതിനകം തന്നെ നമ്മൾ സൈക്കോളജി PYQ പല നിലവാരത്തിലുള്ള PYQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. LP UP എക്സാമുകളുടെ PYQ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ എല്ലാ ടീച്ചിങ് എക്സാമുകൾക്കും നമുക്ക് പഠിക്കേണ്ട ഏരിയകൾ തന്നെയാണ്. പിന്നെ LP UP ആകുമ്പോൾ അത് മലയാളത്തിലാണ് ചോദ്യങ്ങൾ വരുന്നു എന്ന ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗമാണ് എന്ന് തോന്നുന്നെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് കാണാം. സോ ഞാൻ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. 2025 പരീക്ഷ നടന്നിട്ടുള്ള, ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പരീക്ഷ നടന്നിട്ടുള്ള കുറച്ച് ചോദ്യപേപ്പറാണിത്. സോ ഇത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഫിസിക്സിലെ 5 ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. HSST ഫിസിക്സിലെ 5 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ടൈപ്പ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സെറ്റിംഗ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഗോൾസ്? വ്യക്തികേന്ദ്രീകൃതമായ പഠന ലക്ഷ്യങ്ങൾ ഒരു കുട്ടിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. കേട്ടോ, നമ്മളൊരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഗോൾസ് കുട്ടികളിൽ എത്തിയിട്ടുണ്ടോ എന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ടെസ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൽ Aയും Bയും Cയും നമുക്കറിയുന്ന ഓപ്ഷൻസ് ആണ്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ്സിനിടയിൽ അല്ലെ ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ നടത്തുന്ന എക്സാംസ് ആണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും കുട്ടികളുടെ ലേണിംഗ് മെത്തഡുകൾ ചേഞ്ച് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു. ദെൻ സമ്മേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ടേംസിൽ, ഒരു നിശ്ചിത ടേംസിൽ അല്ലെ എൻഡ് ഓഫ് ടേമിൽ നടത്തുന്ന എക്സാംസ് ആണ്. ഇത് കുട്ടികൾക്ക് എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി സ്കോർ നൽകുന്നതിന് വേണ്ടിയാണ്. ദെൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും കുട്ടികളുടെ പഠനത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെ റെമഡിയൽ ടീച്ചിങ് നൽകാൻ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഐപ്സാറ്റീവ് എന്ന് പറയുന്നത് അത് കുട്ടികളുടെ വ്യക്തികേന്ദ്രീകൃതമായ നേട്ടങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ്. ഓപ്ഷൻ D ആണ് ആൻസർ. നിങ്ങൾ ആദ്യമായിട്ട് പല ആളുകളും കേൾക്കുന്ന ഒരു സംഗതി ആയിരിക്കും. എന്താണ് ഐപ്സാറ്റീവ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് അസസ്മെൻറ്റ് or method of evaluation that focus on an individual's progress and improvement over time by comparing their current performance against their previous performance. ഒരു കുട്ടിയുടെ മുന്നേയുള്ള നിലവാരവും ഇപ്പോഴുള്ള നിലവാരവും, ചിലപ്പോൾ ഓണപരീക്ഷയ്ക്ക് നല്ല പെർഫോമൻസ് ഉള്ള കുട്ടിക്ക് ക്രിസ്മസ് പരീക്ഷയിൽ നല്ല പെർഫോമൻസ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്ത് അസസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഐപ്സാറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാതെ, ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടെസ്റ്റ് നമുക്കറിയാം നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാതെ ആ കുട്ടിയുടെ തന്നെ മുൻകാലത്തെ പരീക്ഷകളുമായിട്ട് കമ്പയർ ചെയ്ത് അവൻ്റെ പുരോഗതി അസസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഐപ്സാറ്റീവ് എന്ന് പറയുന്ന അസസ്മെൻറ്റ്. സോ ഇതൊരു കുട്ടിയുടെ സെൽഫ് റിഫ്ലക്ഷൻ, സെൽഫ് അസസ്മെൻറ്റ്, പേഴ്സണൽ ഗ്രോത്ത് എന്നിവയിലാണ് എംഫസൈസ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദെൻ വിച്ച് പെയർ ഓഫ് എയ്ഡ്സ് വുഡ് ബി എഫക്റ്റീവ് ഇൻ എ മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂം? അടുത്ത നല്ലൊരു ചോദ്യമാണ്. അതേ പരീക്ഷയിലെ ചോദ്യം തന്നെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ പലതരത്തിലുള്ള എയ്ഡുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 തരത്തിലുള്ള എയ്ഡുകളാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഏത് പെയർ ഓഫ് എയ്ഡ്സ് ആണ് നമ്മുടെ ഒരു മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂമിൽ, അഥവാ പല നിലവാരത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ പല ലേണിംഗ് ടൈപ്പ്, കണ്ടുപഠിക്കുന്നവർ, കേട്ട് പഠിക്കുന്നവർ അല്ലെ, വിഷ്വൽ ലേണർ, ഓഡിറ്ററി ലേണേഴ്സ്, കൈനസ്തെറ്റിക് ലേണേഴ്സ് ഒക്കെ ഉള്ള ക്ലാസ് റൂമിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് പെയർ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എയ്ഡ്സ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ പല ആളുകൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന സംഗതിയാണ്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഓഡിയോ ബുക്സ്, റേഡിയോ, ഇത് രണ്ടും ഒരേ ടൈപ്പാണ് അല്ലെ, ഒരേ ടൈപ്പാണ്. അഥവാ ഓഡിറ്ററി ലേണേഴ്സിനെ മാത്രമേ ഇവകൾ എന്ത് ചെയ്യുന്നുള്ളൂ, പരിഗണിക്കുന്നുള്ളൂ. ഓഡിറ്ററി ലേണേഴ്സിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാ ടൈപ്പ് ലേണേഴ്സിനെയും ഇവ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഓഡിറ്ററി ലേണേഴ്സിനെ മാത്രം നമുക്ക് കിട്ടിയാൽ മതിയോ? പോരാ. അപ്പോൾ ഇത് എഫക്റ്റീവ് അല്ല.
ദെൻ ഇവിടെ നോക്കുന്ന സമയത്ത് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വൽ ലേണേഴ്സിനെ അതേപോലെ തന്നെ ഓഡിറ്ററി ലേണേഴ്സിനെയും ഉൾക്കൊള്ളിക്കുന്ന സാധനമാണ് വീഡിയോസ്. ദെൻ മോഡൽസ്, മാതൃകകൾ. അപ്പോൾ ഈ മാതൃകകൾ എന്ന് പറയുന്നത് കൈനസ്തെറ്റിക് ലേണേഴ്സിനെ പരിഗണിക്കുന്ന സംഗതിയാണ് കേട്ടോ, കൈനസ്തെറ്റിക് ലേണേഴ്സ്. അപ്പോൾ ഇവിടെ എല്ലാ ലേണേഴ്സും വന്നില്ലേ അല്ലെ, വീഡിയോസിൽ ഓഡിയോ ലേണേഴ്സിനെയും വിഷ്വൽ ലേണേഴ്സിനെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ദെൻ മാതൃകകൾ മുന്നിലേക്ക് വെച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാണ്, അത് നേരിട്ട് അനുഭവിച്ച് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിലൂടെ പഠിക്കുകയാണ്. സോ അവിടെ കൈനസ്തെറ്റിക് ലേണേഴ്സിനെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ എയിൽ ഓഡിറ്ററി ലേണേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഓപ്ഷൻ സിയിൽ രണ്ടും വീഡിയോസ് ആണ്. അപ്പോൾ അവിടെ കൈനസ്തെറ്റിക് ലേണേഴ്സിനെ പരിഗണിക്കുന്നില്ല. അതേപോലെ യൂട്യൂബ്, ഏജ് പസിൽ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ പറ്റുന്ന സാധനമല്ല. മാത്രമല്ല ഈ യൂട്യൂബൊക്കെ നമ്മളൊരു ലേണിംഗ് ഐഡായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അത്ര എഫക്റ്റീവ് ആകില്ല. കാരണം അതൊന്നും സിസ്റ്റമാറ്റിക്കും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് ഈസ് ടു ഡാഷ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ് കേട്ടോ, റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനം കുട്ടികളിൽ എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വെറുതെ പഠിപ്പിച്ചു പോകുന്നതിന് അപ്പുറം കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുക എന്നുള്ളതാണ്. സോ എന്താണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്? നമ്മുടെ ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയതുകൊണ്ട് ഉത്തരം പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ എ, മാക്സിമൈസ് സിലബസ് കവറേജ്, പരമാവധി സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണോ? അല്ല. എൻഷുർ ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് റൂം ഡിസിപ്ലിൻ ഉറപ്പാക്കുക എന്നുള്ളതാണോ? അല്ല. എൻകറേജ് സെൽഫ് അസസ്മെന്റ് ആൻഡ് പെഡഗോജിക്കൽ ഇംപ്രൂവ്മെന്റ്, നമുക്ക് നമ്മെക്കുറിച്ചും വിലയിരുത്താനും പെഡഗോജിക്കൽ ഇംപ്രൂവ്മെന്റിനും സഹായിക്കുന്നു. അഥവാ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ദെൻ ഫിനിഷ് ദ കരിക്കുലം ഓൺ ടൈം, കൃത്യസമയത്ത് കരിക്കുലം പൂർത്തിയാക്കുക എന്നുള്ളതാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ആ ഉത്തരം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് മോസ്റ്റ് ക്രൂഷ്യൽ ഇൻ അപ്ലൈയിങ് വൈഗോട്സ്കി കോൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്? ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ടുള്ള വൈഗോട്സ്കിയുടെ കണ്ടെത്തലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഒരു കുട്ടിക്ക് അവൻ്റെ കറണ്ട് എബിലിറ്റി ലെവൽ അഥവാ മറ്റൊരാളുടെ സഹായമില്ലാതെ അവൻ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എബിലിറ്റി ലെവൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ സഹായത്തോടെ അല്ലെ വിത്ത് അസിസ്റ്റൻസ് ഓഫ് അതർ, മറ്റൊരാളുടെ സഹായത്തോടു കൂടി അയാൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ലെവൽ ഉണ്ടാകും. ഇവകൾക്കിടയിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് അവൻ്റെ മാത്രം കഴിവ് കൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സോൺ ഉണ്ടാകും. അതേപോലെ ഒരാളൊന്ന് പുഷ് ചെയ്താൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സോൺ ഉണ്ടാകും. ഈ രണ്ട് സോണുകൾക്കിടയിലുള്ള വ്യത്യാസമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ എന്താണ് എന്നാണ് ചോദ്യം. ലേണിംഗ് സ്റ്റൈൽസ് ആണോ? അല്ല. അവൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. മെമ്മറി സ്പാൻ അല്ല. റെഡിനെസ് ടു ലേൺ അല്ല. മറിച്ച് ആ കുട്ടിയുടെ പ്രിയർ നോളജ് അല്ലെ, അവൻ്റെ മുന്നറിവ് അനുസരിച്ചാണല്ലോ അവൻ്റെ കറണ്ട് എബിലിറ്റി ലെവൽ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേട്ടോ. അവൻ്റെ മുന്നറിവ് അഥവാ പ്രിയർ നോളജ് അനുസരിച്ചായിരിക്കും അവൻ്റെ കറണ്ട് എബിലിറ്റി ലെവൽ ഉണ്ടാവുക. ദെൻ കുട്ടികൾക്ക് ZPD മനസ്സിലാക്കി നമ്മൾ എന്ത് കൊടുക്കും? സ്കാഫോൾഡിങ് നൽകും അല്ലെ, അഥവാ പിൻതാങ്ങൽ. അപ്പോൾ സ്കാഫോൾഡിങ് എന്ന ആശയവും വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരാണ് സ്കാഫോൾഡ് നൽകേണ്ടത്? മോർ നോളജബിൾ അതേഴ്സ്, MKO, കുട്ടിയേക്കാൾ അറിവുള്ള വ്യക്തി. അതൊരു പക്ഷേ പിയർ ഗ്രൂപ്പ് ആകാം, ടീച്ചറാകാം, പാരൻസ് ആകാം, ആരുമാകാം. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വിത്ത് ദെയർ കീ ഫീച്ചേഴ്സ്. ഇവിടെ ഒരു ഭാഗത്ത് പലതരത്തിലുള്ള ടീച്ചിങ് മെത്തഡുകളുണ്ട്. ദെൻ മറ്റൊരു ഭാഗത്ത് ആ മെത്തഡുകളുടെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെ പരസ്പരം ബന്ധിപ്പിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രസ്താവന ചോദ്യങ്ങൾ എപ്പോഴും എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം. എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ആദ്യം ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ കാര്യം നേരിട്ട് പഠിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ അധ്യാപകൻ ആക്റ്റീവ് ആയിരിക്കും, വിദ്യാർത്ഥികൾ ആക്റ്റീവ് ആയിരിക്കില്ല. സോ അത് പാസീവ് റിസപ്ഷൻ ഓഫ് നോളജ് എന്ന് നമുക്ക് പറയാം. കുട്ടികൾ പാസീവായി നിൽക്കുകയാണ്, ആക്റ്റീവ് അല്ല, പാസീവായിട്ട് നോളജ് റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നും സിയുമാണ് ബന്ധപ്പെടുത്തേണ്ടത്.
അപ്പോൾ ഓപ്ഷൻസിൽ 1 സി അല്ലാത്തത് നമുക്ക് വെട്ടാം. ഓപ്ഷൻ സി മാത്രമാണ് 1 സി അല്ലാത്തത്. ദെൻ രണ്ടാമത്തത് പ്രൊജക്റ്റ് മെത്തേഡ്. പ്രൊജക്റ്റ് മെത്തേഡ് നമ്മുടെ ജോൺ ഡുയിയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മെത്തേഡാണ് പ്രൊജക്റ്റ് മെത്തേഡ്. ദെൻ പ്രൊജക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കുട്ടികളെ പരമാവധി ആക്റ്റീവ് ആക്കി നിർത്താൻ ശ്രമിക്കുകയാണ് അല്ലേ. എല്ലാ കുട്ടികളും വളരെ ആക്റ്റീവ് ആയിരിക്കും. അഥവാ 2D. അപ്പോൾ 2D അല്ലാത്തത് വെട്ടാം. ഓപ്ഷൻ ഡിയിൽ 2D അല്ല. ദെൻ ഡിസ്കഷൻ മെത്തേഡ്. കുട്ടികൾ തമ്മിൽ ചർച്ച ചെയ്ത് പഠിക്കുന്നതാണ് ഡിസ്കഷൻ മെത്തേഡ്. അപ്പോൾ ഡിസ്കഷൻ മെത്തേഡിൽ നമ്മൾ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഡിസ്കഷൻ മെത്തേഡിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. പറയുന്നത് കറക്റ്റാണോ എന്ന് കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ നടക്കുന്നു. അപ്പോൾ 3B ആണ്. അപ്പോൾ തന്നെ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ദെൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണ് എങ്കിൽ അവിടെ സെൽഫ് ബേസ്ഡ് ലീനിയർ ലേണിംഗ് ആയിരിക്കും അല്ലെ. ഒരേ തരത്തിൽ ലേണിംഗ് ഒരേ സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും പോവുക. ലേണിങ്ങിന് വ്യത്യാസം ഉണ്ടാവില്ല. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ സെൽഫ് ബേസ്ഡ് ലീനിയർ ലേണിംഗ് ആയിരിക്കും അല്ലേ. ഒരാളുടെ പഠനം ഇങ്ങനെ സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും പ്രോഗ്രാംഡ് ലേണിങ്ങിൽ പോകുന്നത്. ഓക്കെ അല്ലേ. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദെൻ അടുത്ത ചോദ്യം HSST കൊമേഴ്സിലെ ചോദ്യമാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയാണ് കേട്ടോ. വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. പ്രോബ്ലം ബേസ്ഡ് ലേണിങ്ങിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏത്? എന്താണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്? കുട്ടികൾക്ക് മുന്നിൽ ഒരു പ്രോബ്ലം നൽകുന്നു. ആ പ്രോബ്ലം പരിഗണിക്കുന്നതിന് വേണ്ടിയായിരിക്കും കുട്ടികൾ മുന്നോട്ട് പഠനം നടത്തുന്നത്. സോ പ്രോബ്ലം ബേസ്ഡ് ലേണിങ്ങിൻ്റെ കീ ഫീച്ചറിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മുന്നിലേക്ക് നമ്മളൊരു പ്രശ്നം നൽകുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സമയത്ത് പഠനം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് കുട്ടിയുടെ കൺട്രോളിലായിരിക്കും. അതേസമയം ഒരു അധ്യാപകൻ ആവശ്യമായിട്ടുള്ള സഹായം, ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് അധ്യാപകൻ നിൽക്കുന്നു. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഒന്ന് ടീച്ചർ ആസ് ഫെസിലിറ്റേറ്റർ. ഒരു പ്രോബ്ലം ബേസ്ഡ് ലേണിംഗിൽ ടീച്ചറിന്റെ റോള് ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ്. ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ലേണർ ആസ് സെൽഫ് റെഗുലേറ്റഡ്. കുട്ടിയായിരിക്കും അവിടെ പഠനത്തെ നിയന്ത്രിക്കുന്നത്. അവൻ സെൽഫ് റെഗുലേറ്റഡ് ആയിരിക്കും, സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും. ദെൻ ഓപ്ഷൻ സി പ്രസന്റേഷൻ ഓഫ് ഇൽ സ്ട്രക്ചേർഡ് പ്രോബ്ലംസ്. കുട്ടിയുടെ മുന്നിൽ ഇൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊടുക്കുന്നു. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടി സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ഡി അതിൻ്റെ സവിശേഷതയിൽ പെട്ടതല്ല. ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? സ്പെസിഫിക്കേഷൻ ഓഫ് എ പ്രീ ഡിറ്റർമിൻഡ് എൻഡ് പ്രോഡക്റ്റ്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് കൊടുക്കുന്ന സമയത്ത് കുട്ടി ഇന്ന രീതിയിലാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ കൂട്ടി നിശ്ചയിച്ച് വെക്കില്ല. കുട്ടിയുടെ ഒരു മനോനില അനുസരിച്ചായിരിക്കും കുട്ടി ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് രീതി പിന്തുടരുന്ന, അഥവാ നമ്മുടെ ഇന്നത്തെ പഠന രീതി കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് അനുസരിച്ച് പോകുന്ന ഒരു ക്ലാസ് മുറിയാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് മുറിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു എൻഡ് പ്രോഡക്റ്റ് എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കില്ല. അത് കുട്ടികളായിരിക്കും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ രീതിയിലേക്ക്, ഒരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. അധ്യാപകൻ കുട്ടിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് ലേണേഴ്സ് ആരാണ് ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് ലേണർ? ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ പഠിതാക്കൾ പഠനത്തിന് വേണ്ടി ആ ലേണിംഗ് സറൗണ്ടിങ് ഉള്ള ഫീൽഡിലേക്ക് പോകുന്നു. ക്ലാസ് മുറിയിൽ നിൽക്കാതെ ഫീൽഡിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരം കുട്ടികളുടെ പ്രത്യേകത അവർ സോഷ്യൽ ആൻഡ് കോപ്പറേറ്റീവ് ആയിരിക്കും അല്ലേ.
സാമൂഹിക സ്വഭാവമുള്ള, പരസ്പര സഹകരണ സ്വഭാവമുള്ള കുട്ടികളായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൻ ബിലോ. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തരുന്നുണ്ട്. കൾച്ചറലി റെസ്പോൺസീവ് ടീച്ചിങ് റെക്കഗ്നൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെൻറ്റ് വെയർ ഓൾ സ്റ്റുഡൻസ് ഫീൽ വാല്യൂഡ്, റെസ്പെക്റ്റഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സാംസ്കാരിക പ്രാധാന്യമുള്ള ടീച്ചിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്ക് പരസ്പര ബഹുമാനം, അതേപോലെ പരസ്പര മൂല്യങ്ങൾ നിശ്ചയിക്കുക, പരസ്പര ധാരണ, ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷമായിരിക്കും നമ്മൾ കൊടുക്കുക. കറക്റ്റ് അല്ലേ? സാംസ്കാരിക മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പഠനത്തിൽ പരസ്പര ബഹുമാനം, പരസ്പരം വില കൽപ്പിക്കുക, പരസ്പര ധാരണ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ദെൻ അവോയ്ഡിങ് കൾച്ചറലി സെൻസിറ്റീവ് അസസ്മെന്റ് ഹെൽപ്സ് എൻഷുർ ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഹാവ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. നമ്മളെപ്പോഴും ക്ലാസ് മുറിയിൽ കൾച്ചറലി സെൻസിറ്റീവ് അസസ്മെന്റ് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് കിട്ടും? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്, വിജയിക്കാൻ ഒരേപോലുള്ള അവസരം കിട്ടും. അങ്ങനെയാണോ? അല്ല. കുട്ടികളുടെ കൾച്ചർ സെൻസേഷൻസ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? നമ്മൾ പറയാറുണ്ട് സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറിയിൽ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. കൾച്ചർ സെൻസിറ്റീവ് അസസ്മെന്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല അല്ലേ? സോ ഇവിടെ ഓപ്ഷൻ എ അഥവാ ബോത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് ആർ. കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതുണ്ട്. അതിൽ ലേണറുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടർ, പഠനത്തെ സ്വാധീനിക്കുന്ന, അധ്യാപനത്തെ സ്വാധീനിക്കുന്ന ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ, അത് ലേണറായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അതെ. മെച്യൂരിറ്റി ലെവൽ ഓഫ് ദ ലേണർ, അതും ലേണറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ പാരന്റൽ എഡ്യൂക്കേഷൻ ഓഫ് ദ ലേണർ, കുട്ടിയുടെ അധ്യാപകരല്ല രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസം, അത് കുട്ടിയുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് അല്ല. അത് ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ് അല്ല. അത് വേണമെങ്കിൽ നമുക്ക് കുട്ടിയുടെ പാരമ്പര്യ ഗുണം എന്നൊക്കെ രീതിയിലൊക്കെ പറയാം. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ്. 1ഉം 2ഉം അഥവാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം, എ മാത്തമാറ്റിക്സ് ടീച്ചർ ask students to write a reflective journal to document their approach, strategies and thought process as they work through the mathematics problem. അപ്പോൾ ഇത് കണ്ടോ, HSST കൊമേഴ്സിലെ ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു മാത്തമാറ്റിക് ടീച്ചറിൻ്റെ കാര്യമാണ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാനമായിട്ടുള്ളൊരു ചോദ്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ ഒരു മാത്തമാറ്റിക്സ് ടീച്ചർ എന്ത് ചെയ്തു? കുട്ടികൾക്ക് റിഫ്ലക്റ്റീവ് ജേർണൽ എഴുതാൻ പറഞ്ഞു. എന്താണ് റിഫ്ലക്റ്റീവ് ജേർണൽ? അവർ ചെയ്ത കാര്യങ്ങൾ സ്വയം ചിന്തിച്ച് അതിനെക്കുറിച്ച് എഴുതാനുള്ള ഒരു ജേർണലാണ് റിഫ്ലക്റ്റീവ് ജേർണൽ. അപ്പോൾ ഒരു പ്രോബ്ലം, ഒരു മാത്തമാറ്റിക്സ് പ്രോബ്ലം അവരെങ്ങനെയാണ് ചെയ്തത്, അത് ചെയ്യാൻ അവർ എന്ത് അപ്രോച്ച്, എന്ത് സ്ട്രാറ്റജീസ്, എന്ത് തോട്ട് പ്രോസസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് സ്വയം ആലോചിച്ചെഴുതാൻ കുട്ടികളെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു അസസ്മെൻ്റ് ആണ്. എന്നാൽ ടീച്ചർ ഉപയോഗിച്ചിട്ടുള്ള അസസ്മെൻറ്റ് ടെക്നിക്ക് ഏതിൻ്റെ കീഴിൽ വരുന്നു എന്ന് ചോദിച്ചാൽ, ഒരാൾ ഞാൻ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയത് എന്ന് ഇയാൾ ചിന്തിച്ച് എഴുതുന്ന സമയത്ത് തൻ്റെ പഠന രീതി എങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുന്നു. അഥവാ ഇവിടുത്തെ അസസ്മെൻറ്റ് ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് താൻ എങ്ങനെയാണ് പഠിക്കുന്നത്, തൻ്റെ പഠന രീതി എങ്ങനെയാണ് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലെവൽ ചോദ്യമായിരുന്നു ഇത്. അപ്പോൾ ഒരു കുട്ടി തൻ്റെ പഠന രീതി എങ്ങനെയാണ്, തൻ്റെ പഠന സമീപനം എങ്ങനെയാണ്, തൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുട്ടിയുടെ പഠനം കൂടി അവിടെ നടക്കുകയാണ്. അപ്പോൾ അസസ്മെൻറ്റിനെ ഇവിടെ ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റെഡിയാണെന്ന് കരുതുന്നു ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ 2025 നടന്ന 2 പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക. ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വരാനിരിക്കുന്ന HSA പരീക്ഷയിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് എല്ലാവർക്കും ജോലിക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന ആശയം